എന്ന ചോദ്യത്തിനാണ് അവിടെ മറുപടി കൊടുക്കുന്നത്. ചിന്താ വിഷയം വിടരുത്. നമ്മുടെ പഠന ക്ലാസിന്റെ വിഷയം ചർച്ച് പ്ലാന്റിങ് ആൻഡ് ചർച്ച് ഗ്രോത്ത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ പോയി ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്ത് ഒരു സഭ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് ഒരാൾ സഭ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ചർച്ച് പ്ലാന്റിങ് തുടങ്ങുവാൻ. അത് കഴിഞ്ഞേ സഭ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ നിലയിൽ നമ്മൾ പഠിക്കണം. പ്രവൃത്തികളുടെ സമ്പത്തിന്റെ രോഗം മുതൽ ഓടിച്ചു വായിച്ച വേഗം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് എന്ന് പറഞ്ഞു. ഇത് കേട്ടാതെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു. മതി, നിർത്തിക്കേ. അവിടെ വേറൊരു ചെറിയ ചിന്താ വിഷയം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നതായതുകൊണ്ട് അവിടെ കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോരുന്നത് ചെറിയ യുക്തമാണെന്ന് തോന്നുന്നു. ആർക്കും വിഷമമൊന്നും തോന്നരുത്. ഈ ക്ലാസ് എടുക്കുമ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല ആശയങ്ങളും വ്യത്യസ്തമായിട്ട് വരാൻ സാധ്യത വരും. അയ്യോ അതങ്ങനെ അല്ല. വേദപുസ്തകം നമ്മൾ വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ ചിന്തിച്ച പഠിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത ആശയക്കുഴപ്പങ്ങളുണ്ട്. അതിൽ പലത് പല രീതിയിലായി പോയി എന്നേ ഒന്നും. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഏതെല്ലാം സഭയുടെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ അതും കൂടി എടുത്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് ഇവിടെ വരാം. ഇവിടെ എത്ര സ്നാനമായി? മുതിർന്നവർക്ക് 2 സ്നാനം. 1 മാനസാന്തര സ്നാനം, 2 യേശു ക്രിസ്തുവിന്റെ. അപ്പൊ നിങ്ങോട്ട് നോക്കി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ കേൾക്കുമോ? അതാണ് ഞാൻ പറഞ്ഞ ഒരു ആശയ വ്യത്യാസം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സ്വന്തം അവിടുത്തെ ചോദ്യവും ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അതിന്റെ അർത്ഥം. അപ്പൊ ആ വാക്ക് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ എന്ത് ചിന്തിക്കണം? നമ്മൾ ഏറ്റവും പറഞ്ഞത് സ്നാനപ്പെടുമ്പോഴെങ്കിലും എന്ത് കേട്ടിരിക്കണം? അതേപോലെ തന്നെ സ്നാനപ്പെട്ടപ്പോഴൊന്നും ഇത് കേട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ആ സ്നാനം ഏതായിരുന്നു എന്നാണ് പൗലോസിനോട് അവർ പറഞ്ഞു. യോഹന്നാന്റെ സ്നാനം. അത് പോരാ. നിങ്ങൾ ആരുടെ നാമത്തിൽ വിശ്വസിക്കണം? യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം. അങ്ങനെ അവിടെ നിർത്തിയിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതലാണ് സ്നാനത്തിന് ഒരു വ്യക്തത അവിടെ വരുത്തിയിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ. ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ വളരെ ശ്രദ്ധിച്ചേ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? എന്റെ ചോദ്യം, പാപസംബന്ധമായി മരിച്ചിട്ട് സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിരിക്കുന്ന നമ്മളിൽ പാപപ്രവർത്തികൾ ഉണ്ടോ?
അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മാനസാന്തരം ശരിയായില്ലെന്നാണോ? സ്നാനം ശരിയായില്ലെന്നാണോ? മാനസാന്തരം ശരി ആയില്ല. എന്തെങ്കിലും ആശയങ്ങൾ പറയുന്നതിനും തെറ്റൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാൻ, നിങ്ങളും പഠിക്കുകയാണ്, പഠിക്കാൻ വന്നതാണ്, ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം പറ്റുന്നപ്പോൾ പഠിച്ചത് എന്താണ്? സഭയെ നടന്നിട്ട് വേണം സഭാസ്ഥാപനം തുടങ്ങാൻ, വേണ്ടേ? ചുമ്മാ ചാടി കയറി എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും രണ്ടുപേരും നമ്മുടെ പ്രവചനം കേട്ടോ, ദൂത് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം കേട്ടോ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ അവനെ അവിടെ തള്ളിയിട്ട് അങ്ങ് പോകുന്ന പരിപാടിയൊന്നും നമുക്ക് പാടില്ല. നമ്മളവനെ സംരക്ഷിക്കണം, അവനെ പരിപാലിക്കണം. അവൻ ക്രിസ്തു വരുന്ന നാളിലേക്ക് നമ്മളവനെ ഒരുക്കണം. നമ്മൾ ഒരുക്കാൻ നമ്മളവരെ സഹായിക്കുകയാണ്. അവരൊരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എവിടെ? ദൈവവചനത്തിലൂടെയാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ മാനസാന്തരത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വന്നിട്ടാണ് മാനസാന്തരം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടത് എന്ത് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ രീതി അനുസരിച്ച് വേഗം പറയണം. പിന്നെ എന്താണെന്ന് പറഞ്ഞേ? മാനസാന്തരം എന്നതിന് ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എബൌട്ടേൺ തിരിയുന്നത് എവിടെ വെച്ചാ? തികഞ്ഞൊരു മധ്യമാണ്. അല്ല അടിപിടി നടത്തുന്ന കൊടുത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അവൻ എബൌട്ടേൺ തിരിഞ്ഞു. എങ്ങോട്ട് നടക്കുകയാണ്? നടക്കുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യുന്നതേ ഉള്ളൂ? നടക്കുന്നതേ ഉള്ളൂ. അങ്ങോട്ട് അടുക്കുന്നതേ ഉള്ളൂ. ആ നടത്തത്തിൽ ഇന്നലകളിലെ പല കാര്യങ്ങൾ നമ്മളെ എന്ത് ചെയ്യാം? അനുഗമിക്കാം, സ്വാധീനിക്കാം. പതിയിരിപ്പുകളായിട്ട് നമുക്കെതിരെ വരാം. ഒത്തിരി കാര്യങ്ങൾ അതിനോട് അനുബന്ധിച്ച് ചിന്ത വരുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ വേണ്ട നിലയിൽ ഇത് കൊണ്ടെത്തിച്ച് ഫിനിഷ് ചെയ്യാൻ നമ്മൾ പറ്റാതെ വന്നു പോയാൽ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മടങ്ങി ഒരു വേഗം. അതുകൊണ്ട് ആ മാനസാന്തരം ഇല്ലായ്മ അവരവർക്ക് ബോധ്യം വന്ന അപ്പോസ്തോലിക ഉപദേശങ്ങൾക്ക് നാം കീഴ്പ്പെട്ട് അനുസരിച്ച് വളർന്നു വരണം. ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ ദൈവമക്കൾ അത് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യണം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും കൂടെ ഓപ്പൺ ചെയ്ത് നിങ്ങളോട് പറയാനൊന്നും പറ്റുന്നതല്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകളുടെ പരിമിതിക്കകത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഇത് പറഞ്ഞു തരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവരവരെ ചിന്തിക്കണം. ഞാൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഇന്നലേക്കാൾ ഇന്ന് അധികം ഫലം കായ്ക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നതേ ഉള്ളൂ? ആ പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ഇന്ന് നിൽക്കുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് കാര്യം ചിന്തിച്ചു. എന്താണ് സ്നാനം? സ്നാനം എന്തിനാണ്? ക്രിസ്തുവിനോട് ചേരുക. ക്രിസ്തുവിനോട് ചേരുക. എത്ര പേർ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം വെച്ചിട്ടുണ്ട്? അതെങ്ങനത്തെ സ്നാനമാണെന്ന് പറഞ്ഞത്? പിതാവിന്റെയും പുത്രന്റെയും ഏതിന് ശേഷമാണ് സ്നാനം പെടേണ്ടത്? അല്ലാതെ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് സ്നാനപ്പെട്ടിട്ട് മാനസാന്തരപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് മമ്മക്ക് ചുമക്കാൻ പറ്റുമോ? വേദപുസ്തകം ശാസിക്കുന്നുണ്ടോ? ഇല്ല.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ. അപ്പൊ ആ വാക്യമൊക്കെ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആ തലത്തിൽ തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ നമ്മൾ സുവിശേഷം പറയാൻ പുറത്തോട്ട് ചെല്ലുമ്പോൾ ഒരു പുലിക്കനെ കണ്ടു, അല്ലെങ്കിൽ ഒരു CSI കാരനെ കണ്ടു, അല്ലെങ്കിൽ ഒരു മക്രമക്കാരനെ കണ്ടു, ചാടി കീറി വെട്ടി മുറിച്ച് പറയുന്നത് അത് അവനെ സുവിശേഷത്തിൽ നിന്ന് അകറ്റുകയുള്ളൂ, അടുപ്പിക്കുകയില്ല എന്നും കൂടെ നമ്മൾ തിരിച്ചറിവ് വേണം. ഓക്കെ, ഇപ്പം മൂന്നാമത്തേതിലേക്ക് പോകാൻ വേഗം പോകണമല്ലോ. എന്താണ്? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് നമുക്കെല്ലാവരും സ്തോത്രം. അത് ഏറ്റവും പ്രധാനമായി രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ദൈവവചന കേൾവിയിൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമാണ് യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. എത്ര പേര് കേട്ടു? ഒന്നുകൂടെ പറയാം, വാക്കുകൾ കുറച്ചൊരു പറയാം. ഞാന് ഈ സഹോദരിയുടെ സുവിശേഷം പറയാൻ സുവിശേഷം പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം നടന്നാൽ മാത്രമേ, പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഞാൻ പറയുന്ന സുവിശേഷത്തെ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ താൻ യേശുവിനെ എന്ത് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകമായോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല. കഥാപുരം പറഞ്ഞു, കാത്തിരിക്കണം. അല്ലെ? പ്രവർത്തന 1-8 വാക്യത്തിൽ എന്നോട് കേട്ട വാഗ്ദത്തങ്ങൾ കാത്തിരിക്കണം, കാത്തിരുന്നത് പ്രാപിക്കണം. സ്ത്രീകന്മാർ അത് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടോ? അങ്ങനെ ചെയ്തോ? ആലയമുറിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഇതിനുവേണ്ടി കാത്തിരുന്നവർ എത്ര പേരുണ്ടായിരുന്നു? 120-ൽ പരം. അല്ലേ? അതിനകത്ത് ആരും കൂടെ ഉൾപ്പെട്ടിരുന്നു? ശിഷ്യന്മാർ, അമ്മ, സഹോദരങ്ങൾ വരെ ആ അഭിഷേകം പ്രാപിക്കേണ്ടതിന് കാത്തിരുന്നു. എങ്കിൽ ഞാൻ വേണം കാത്തിരുന്ന് പ്രാപിക്കണമോ, നിറവിലേക്ക് വരണമോ, അത് അന്ന് കിട്ടിയത് മതിയോ? അത് അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇത് കേൾക്കുന്നൊന്നും വെറുതെ വിട്ടുകളയരുത്. ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സംഗ്രഹിച്ച് പോയിരുന്ന് ചിന്തിച്ച് അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിപ്പാൻ തയ്യാറാകണം. എന്തുകൊണ്ടാണ് അഭിഷേകം പ്രാപിപ്പാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു കൊച്ചു കാന്താരി മോഷ്ടിച്ചതായിരിക്കും. ഒരു കൊച്ചു കാന്താരി മോഷ്ടിച്ചതിന്റെ പേരിൽ പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. ഏറ്റു പറഞ്ഞിട്ടില്ല, ക്ഷമ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞതിനെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ഏറ്റു പറഞ്ഞതിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അതിന് പുറത്ത് പിന്നെയും നമ്മൾ സ്നാനപ്പെട്ടതിന് ശേഷം കള്ളങ്ങൾ പറഞ്ഞ് അതിൻ്റെ വെയിറ്റ് കൂട്ടുന്നതേ ഉള്ളൂ. അല്ലേ? ഒരു സെക്കൻഡ് ഞാൻ പറയാം, ഒരു നിർമ്മല ഹൃദയം നമ്മുടെ ഉള്ളിൽ വരുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെക്കൻഡിനകത്ത് സ്വർഗത്തിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കും. അതിന് സഭാഹോൾ തന്നെ നിർബന്ധമില്ല, അഭിഷേകന്മാർ വേണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ മുറിക്കകത്ത് തന്നെ നിങ്ങൾ ഇരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ അവിടെ ഇറങ്ങാം, നിങ്ങളെ നിറയ്ക്കാം. അന്യഭാഷയിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. 4 നമ്മുടെ വിഷയം 4 അപ്പോസ്തലന്മാരുടെ ഉപദേശം. അല്ലേ? ഉപദേശം
അതിൽ പ്രധാനമായിട്ട് ഉപദേശം ഏറ്റവും പ്രധാനമായിട്ട് കിടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1-ാം സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ്. അത് എന്താണ് അതിന് പേര് പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ വയ്യാത്തവർ എഴുതണം. എല്ലാവർക്കും അറിയാമോ ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞ വാക്ക്? അറിയത്തില്ല. മലമുകളിലുള്ള പ്രഭാഷണം. മത്തായി 5, 6, 7. അടുത്ത സ്ലീഹന്മാരൊക്കെ ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിനോടൊപ്പം നടന്നവരുണ്ടെങ്കിലും പൗലോസാണ് പിന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിൻ്റെ സഭയ്ക്കും ജാതികൾക്കുമായി സുവിശേഷവും ഉപദേശവും കൊടുത്തത്. അതിനാണ് ലേഖനങ്ങൾ. ഓരോ എത്ര ലേഖനം, ആകെ എത്ര ലേഖനങ്ങളുണ്ട് അറിയാത്തവർ എഴുതിക്കോണം. 21 ലേഖനങ്ങളുണ്ട്. ഒന്നുകൊണ്ട് ലേഖനങ്ങളിൽ എൻ്റെ അവകാശവാദം ഒന്നിലധികം പേർക്കുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സഭാപിതാക്കന്മാർ 14 ലേഖനവും പൗലോസാണ് എഴുതിയതെന്ന് അവകാശപ്പെടുന്നുണ്ട്. അല്ലേ? ഓക്കെ, നമുക്ക് ടീം ബ്രേക്കിനുള്ള ടൈമായിട്ടുണ്ട്. ബാക്കിയുള്ള വേഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. 10 മിനിറ്റ് വേണമെന്ന് തന്നെ എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് എടുക്കാം. എടുത്തിട്ട് കറക്റ്റ് 40-നകത്ത് കോളേജിലെത്തിയിരിക്കണം.